നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. 2 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ. ഇത് ഏറ്റവും ആവർത്തിച്ച് 10-23 കൊല്ലം പല ചോദ്യങ്ങളും ആവർത്തിച്ചെടുത്തതിന് നമ്മൾ എടുത്തേക്കുന്ന ചോദ്യങ്ങളാണ് ഈ 10 ചോദ്യങ്ങൾ. പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അന്നേരം 2-3 മാർക്കുണ്ട്. ചില 2 മാർക്ക് ചിലപ്പോൾ 3 മാർക്ക് ചോദിക്കാം, ചില 2 മാർക്ക് ഒന്നായിട്ട് ചോദിക്കാം. പക്ഷേ ഇതെല്ലാം ഉറപ്പുള്ള ചോദ്യങ്ങളാണെന്നുള്ള മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ അടിപൊളിയായിരിക്കും. അന്നേരം നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനകത്ത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡൈലക്ട്രിക് പോളറൈസേഷൻ, പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. കൂളംസ് ലോ വേണമെങ്കിൽ ചോദിക്കാം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ആ ഒരു ടോപ്പിക്ക് 2 മാർക്കിന് ചോദിക്കാം. അടുത്ത ഇതെല്ലാം നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് പറയുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാം. 2ാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിനകത്ത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് intensity and potential E is equal to minus dV by dx. പിന്നെ 3ാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് നിന്ന് 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഓംസ് ലോ ചോദിക്കാം, റെസിസ്റ്റിവിറ്റി ചോദിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ടത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടുള്ള റിലേഷൻസ് ചോദിക്കാം. കിർച്ചോഫ് ലോസ് വരെ 2 മാർക്കിന് ഏതെങ്കിലും ഒരു ലോ ചോദിക്കാം. ഇന്റേണൽ റെസിസ്റ്റൻസ് ചോദിക്കാം. ഇന്റേണൽ റെസിസ്റ്റൻസ് മറക്കരുതേ. 4 മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതൊന്ന് 2 മാർക്കിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ്, അതിൻ്റെ കൂട്ടത്തിൽ ആംബിയറിന്റെ ഡെഫിനിഷൻ. അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ഗാലനോമീറ്ററിൻ്റെ അമ്മീറ്ററോ വോൾട്ട്മീറ്ററോ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നോക്കിക്കൊണ്ട് പോവുക. ബയോട്ട് സാവേർട്ട്സ് ആംബിയർ സർക്യൂട്ടൽ തിയറം മാത്രം ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കായിരിക്കും. അടുത്ത 5ാമത്തെ ചാപ്റ്ററിനകത്ത് സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്, അത്രയേ ഉള്ളൂ. മാക്സിമം 2 മാർക്ക്. സോറി, ഇത് 6ാമത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ആണ്. 5ാമത്തെ ചാപ്റ്ററിനകത്ത് നിന്ന് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ്, അതായത് സസെപ്റ്റിബിലിറ്റി, പെർമിബിലിറ്റി, മാഗ്നറ്റൈസിങ് ഫീൽഡ്, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ്, അതാണ് 5ാമത്തെ. 6ാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു. 7ാമത്തെ AC ആണ്. അതിനകത്തുനിന്ന് ട്രാൻസ്ഫോമർ, അതിൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് ഇക്വേഷൻ, VS by VP = NS by NP, ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2-3 മാർക്ക് ആകാം. ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. 8 മാർക്കിനകത്ത് 8ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്ത് നിന്ന് യൂസസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ യൂസസും പ്രൊഡക്ഷനും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതിൻ്റെ പ്രോപ്പർട്ടീസും ചോദിക്കാം, 2 മാർക്ക്. 9 റേ ഒപ്റ്റിക്സിനകത്ത് കൂടുതൽ എസ്ഐസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാൽ പോലും സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ്, 2 തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്, പവർ ഓഫ് എ ലെൻസ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വേ ഒപ്റ്റിക്സിനകത്തുനിന്ന് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ചോദിക്കാം. എസ് ആയിട്ടുള്ളതല്ല, എന്താണ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, കൊഹറന്റ് സോഴ്സ്, നല്ല ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാൻ എന്തൊക്കെ കണ്ടീഷൻസ് വേണം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കൊഹറന്റ് സോഴ്സ് എല്ലാം അതിനകത്ത് വരുന്നതാണ്. ബാൻഡ് വിഡ്ത്ത്. പിന്നെ 2 മാർക്കിന്റെ ചോദിക്കാവുന്ന ഏറ്റവും നല്ലൊരു ചാപ്റ്ററാണ് ഡ്യുവൽ നേച്ചർ. അതിനകത്തുനിന്ന് മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ, മറ്റേ ഫീൽഡ് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അങ്ങനെയുള്ള മെത്തേഡ്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, മെത്തേഡ്സ് ഓഫ് എമിഷൻ. പിന്നെ 3 ഗ്രാഫുകൾ, അതായത് കട്ട് ഓഫ് പൊട്ടൻഷ്യൽ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ മറ്റേ സാച്ചുറേഷൻ കറന്റിൻ്റെയും ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ ഒക്കെ വെച്ചുള്ള 3 ഗ്രാഫുകൾ പഠിക്കണം. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റംസും ന്യൂക്ലിയും ഒരുമിച്ച് പറയാം. ബോറിന്റെ പോസ്റ്റ്ലേറ്റ്സ് 2 മാർക്കും 3 മാർക്കും ആകാം. മാസ് ഡിഫക്റ്റ് ബൈൻഡിങ് എനർജി, പിന്നെ അയണൈസേഷൻ എനർജി, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസിനകത്തുനിന്ന് മാക്സിമം ചോദിക്കാൻ പറ്റുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ്, അതായത് ബാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, അതിനിടയിലുള്ള ചെറിയ എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ചോദിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ചോദിക്കാം. എന്നിട്ട് ഇത് വലിയ സമയമൊന്നും എടുക്കത്തില്ല, പക്ഷെ നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് പഠിച്ചു തീർക്കാം, നല്ല മാർക്ക് നേടാം. ഇതുപോലെ 3 മാർക്കിൻ്റെയും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പം നമുക്കൊരു കൃത്യത വരും. നമുക്ക് ഇത് പഠിച്ചാൽ കിട്ടിയിരിക്കും. ധൈര്യമായിട്ട് പഠിച്ചോളൂ. നല്ല മാർക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ സ്കോർ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.